ഹായ്, നമസ്കാരം. എൻ്റെ പേര് റജി എന്നാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അല്ലാത്തവർക്ക് വേണ്ടിയാണ് പേര് പറഞ്ഞത്. ഞാനൊരു യൂട്യൂബ് ചാനൽ ലോഗിനൊക്കെ ചെയ്തത് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പം നമ്മളെല്ലാവരുടെയും മനസ്സിൽ കൂടി ഇപ്പോൾ ഒരു കാര്യമുണ്ട്, എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊരു സാധനം. എന്നെപ്പറ്റി നാട്ടുകാരെന്ത് വിചാരിക്കും? അയ്യേ, ഇവ എന്തോ ഈ കാണിക്കുന്നത്, ഇവ എന്തിനിങ്ങനെ ഇട്ടേക്കുന്നു, അല്ല ഇവ എന്തോ ഈ ഇട്ടാക്കിയേ എന്നൊരു സാധനം നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ, ഒരു കോംപ്ലക്സ്. ആ സാധനം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ഈ വീഡിയോ ഇപ്പോൾ എന്നെ അറിയാവുന്ന കൂട്ടുകാർ കാണുമ്പോൾ ഇങ്ങനെ വാവത്തി ഇങ്ങനെ വെക്കുന്ന ഒരു ഇമോജിയൊക്കെ ഇടും. പിന്നെ തലയിൽ ഇങ്ങനെ വട്ടമൊക്കെ വരുന്ന ഇമോജി ഉണ്ടല്ലേ, അതൊക്കെ ഇട്ട് മെസ്സേജ് ഇടും. വല്ല കാര്യമുണ്ട് അവിടെ. അപ്പം നമ്മുടെ കുഞ്ഞുനാൾ മുതൽ മിക്ക കുട്ടികളും വളർന്ന് വലുതായി ഒരു 40 വയസ്സാവുന്ന, ഇപ്പം എനിക്ക് 40 വയസ്സാവാൻ പോണോണ്ട് പറഞ്ഞാണ്, അത്രയും നാളും നമ്മുടെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചാണ് കേട്ടോ പറയുന്നത്. എന്താണ് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ, ഞാനിങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും? ഇതിൻ്റെ പേരിൽ നമ്മളൊരു സ്റ്റേജിൽ കയറിയിട്ടില്ല, ഞാനൊരു സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടില്ല, ഒരു 10 പേര് കൂടുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൈക്കെടുത്ത് സംസാരിച്ചിട്ടില്ല, ആരെയും അഭിസംബോധന ചെയ്തിട്ടില്ല. അതാണ് സത്യം. പക്ഷേ നമ്മൾ പിന്നെ അത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പൂർണ്ണമായിട്ടും ആ ഒരു സാധനം, നമ്മളുടെ ഒരു അഭിപ്രായം പറയും, അതെന്തിൻ്റെ പേരിലായാലും പറയും. പക്ഷേ നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഇന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ആ സാധനം നമുക്കൊരു 10 പേരുടെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല. അവരെന്ത് വിചാരിക്കുമെന്നുള്ളൊരു കോംപ്ലക്സ് മനസ്സിൽ കൂടെ പോവും. പിന്നെ നമ്മളൊരാളൊരു ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ഫെയർ ആയിരിക്കത്തില്ല ആ ഫോട്ടോയിൽ അവരായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ മാത്രം മോശമായിട്ട് തോന്നും എന്നൊക്കെയുള്ള കോംപ്ലക്സ് നമ്മളെ ഉള്ളിൽ കൂടെ പോകണില്ലേ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. ഇതൊന്നും ഒരു കോപ്പമല്ല. ആരെന്ത് വേണോ വിചാരിച്ചോട്ട്. ഈ വിചാരിക്കുന്നവരെല്ലാം എന്താ പറയുന്ന, എല്ലാം ഒരു കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻസ് മാത്രമാണ്. സ്നേഹവും ദേഷ്യവും കോംപ്ലക്സും പിന്നെ നമ്മളീ കാണുന്ന വികാര വിക്ഷോഭങ്ങൾ മൊത്തം നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ കെമിക്കൽസാണ്. അല്ലാതെ ഇതിനപ്പുറം ഒന്നും ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു ഇമോഷണലും ഇല്ല. മനസ്സിലായോ? നമ്മൾ ബ്രെയിൻ ഡെത്തായി കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞാലും ചിരിച്ചാലും ചീത്ത വിളിച്ചാലും അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ആ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കെമിക്കൽസ് ഒന്നും നിർമ്മിക്കുന്നില്ല. ആ കെമിക്കൽസ് വഴി കൈകാലുകൾ അനങ്ങി അല്ലെങ്കിൽ വായൊക്കെ അനങ്ങി അയാളെ തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു കെമിക്കൽ റിയാക്ഷൻസാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് ആ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിലോ അല്ലെങ്കിൽ അവൻ്റെ രൂപത്തിലോ കളറിലോ ഒന്നുമല്ല. എല്ലാം ഒരു കെമിക്കലാണ്, ഒരു കെമിക്കൽ മയം. ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് ചിരിക്കും കേട്ടോ, ഇവനെന്താ പ്രാന്താണ്. എനിക്കാണെങ്കിൽ ആരുടെടുത്തെങ്കിലും സംസാരിക്കണം, പക്ഷെ ആരും എൻ്റെ കത്തിയടി കേൾക്കത്തില്ല. കുറേ നേരം കേട്ട് കഴിയുമ്പം അങ്ങേരൊക്കെ വട്ടാണെന്നും പറഞ്ഞ് എണീറ്റ് പോകും. അതാണ് വിഷയം. പക്ഷെ ഞാനിതിപ്പം രണ്ടും കൽപ്പിച്ചൊരു വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഒറ്റയ്ക്ക് വണ്ടിക്കകത്തിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. സീക്രട്ട് ഏജൻറ്റ് എന്നൊക്കെ പറയുന്ന പോലുള്ള ആൾക്കാരൊക്കെ ഒരു വണ്ടിക്കകത്ത് ഒറ്റയ്ക്കല്ലേ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 3-4 പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സിലുള്ള കാര്യം നമുക്ക് കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്ത്
നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള ഓപ്ഷൻ ഇന്നുള്ളപ്പം നമ്മൾ എന്തിനു മിണ്ടാതിരിക്കണം? ഇഷ്ടമുള്ളവർ കാണും, ഇല്ലാത്തൊരു കാണണ്ട. അതുകൊണ്ട് ഈ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ആ കോംപ്ലക്സ് ഫുള്ളെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു എഡിറ്റിങ് ഒന്നുമില്ലാതെ ഇങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ചെയ്തോട്ട്. എൻ്റെ രൂപം ഇതാണ്, എൻ്റെ കളർ ഇതാണ്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, പിന്നെ എനിക്കൊരാളെ പിടിച്ചിരുത്താൻ അറിയില്ല, ഒരാളെ സന്തോഷിപ്പിക്കാൻ അറിയില്ല. എല്ലാം നമ്മളെ കോംപ്ലക്സുകളാണല്ലോ. ഈ കോംപ്ലക്സ് മൊത്തം ഈ വീഡിയോക്കകത്തുണ്ട്. അപ്പം ഇതാണ് ഞാൻ. ഇതാണ് ഞാൻ. ഒരാളുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ലെന്നേ. നമ്മൾ നമ്മളുടേതായ സന്തോഷം, ശ്വസിക്കാൻ വായു കിട്ടുന്നുണ്ട്, കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയല്ലേ വലിയ സൗഭാഗ്യം. ഈ സൗഭാഗ്യത്തിൽ അങ്ങ് ആസ്വദിച്ച് പോവുക. കൂട്ടുകാർ, സ്വന്തക്കാർ, നമ്മളെഴുതുന്ന സ്വന്തമെന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാർ നാളെ സ്വന്തമല്ലാതാവും. കൂട്ടുകാർ കൂട്ടുകാരല്ലാതാവും. അമ്മയല്ലാതെയൊക്കെ ആകും. സഹോദരങ്ങൾ. നമ്മൾ നമ്മളുടേതായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഞാനീ സഞ്ചരിക്കുന്ന വഴിയും നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും സഞ്ചരിക്കുന്ന വഴിയും എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്താണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇച്ചിരി വളഞ്ഞ് സഞ്ചരിച്ചാലും നിങ്ങളിത്തിരി നേരെ സഞ്ചരിച്ചാലും, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ കുറച്ച് നേരെ സഞ്ചരിച്ചു, നിങ്ങൾ വളഞ്ഞ് സഞ്ചരിച്ചാലും നമ്മൾ എത്തിച്ചേരുന്ന പോയിൻ്റ് ഒന്നായിരിക്കും. ആ പോയിന്റിൽ വന്ന് നിന്നിട്ടായിരിക്കും നമ്മളിനി അയ്യോ നമ്മൾ ഇത്രയും നാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു, നമ്മൾ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്താണല്ലേ വന്ന് ചേർന്നത് എന്നൊരു തോന്നൽ വരും. തോന്നൽ വരണമെങ്കിൽ മനസ്സ് വേണം. മനസ്സ് വേണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണമെങ്കിൽ എന്ത് വേണം? ജീവൻ വേണം. ആ ജീവൻ നന്നായി ഉപയോഗിച്ചാൽ മാത്രമേ ആ മനസ്സ് എന്തെന്നറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്തിനോ വേണ്ടി രാവിലെ ഉറക്കം എണീക്കുന്നു, പോകുന്നു, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു, 10 വരെ കുറ്റം പറയുന്നു, പറ്റുമെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആ മനസ്സിനെ മനസ്സിലാക്കാനോ, നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന പ്രാണനെ മനസ്സിലാക്കാനോ, ജീവനെ മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ രാവിലെ എണീക്കുമ്പോൾ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. ആദ്യം ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ നമ്മൾ വളരെ ഹാപ്പിയായി. കാര്യം ഈ രാവിലെ നോക്കുമ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ആ ചുറ്റുപാടൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ശ്വാസം എടുക്കാനും ഹൃദയവും ഇടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓക്കെ, നമ്മൾ ഈ ഭൂമിയിലുണ്ട്. അത് തന്നെ വലിയ ബ്ലെസ്സിങ്ങാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഈ പറഞ്ഞതെല്ലാം ബോറാണെന്നറിയാം, എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അതിലോട്ട് എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പം എന്തായാലും നമസ്കാരം. എല്ലാ കുറവുകളോടും കൂടിയാണ് വീഡിയോ ഇടുന്നതെന്നുള്ള ഒരു ധാരണയുമില്ലാതെ ഞാൻ എൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ടോക്ക്, ഒരു സംസാരം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. സുലാൻ.